യോഗ ഡേ. ഇവിടെ കാശിലിംഗ സ്വാമിജിയുടെ സമാധിപീഠത്തിൻ്റെ പേരിൽ നടത്തുന്ന യോഗ പരിശീലന ക്ലാസ് സർവ്വവിധ മംഗളാശംസകൾ നേരുന്നു. യോഗ സമൂഹത്തിലും മനുഷ്യരാശിക്ക് മൊത്തം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഏകോപനത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൽ കൂടെ പോയാൽ നമുക്ക് സകല മനുഷ്യരാശിക്ക് സമാധാനവും ആരോഗ്യവും സംരക്ഷിച്ചു കൊണ്ടുപോകുവാൻ എല്ലാ കാലത്തും സാധിക്കുന്നതാണ്. അതിനാൽ യോഗ ഡേ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന്. യോഗ എന്നാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ജീവാത്മ പരമാത്മ ഐക്യം. ഇതത്രേ യോഗ. ജീവാത്മാ എന്നാൽ നാം ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെ സുഖദുഃഖങ്ങളും മറ്റു ധാരാളം കർമ്മങ്ങളും ഉപജീവന മാർഗങ്ങളും മുതലായ ചിട്ടകളിൽ കൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജീവിത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരെയാണ് ജീവാത്മാക്കളെന്ന് നാം അറിയപ്പെടുന്നത്. ഭൗതിക സുഖങ്ങൾ, ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ഉള്ള ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ച് കഴിയുന്നത്, അതായത് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിത രീതി. ഇതിനെയാണ് ഈ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ജീവാത്മാക്കളെന്ന് പറയുന്നത്. ഈ ജീവാത്മാക്കൾ പരമാത്മബന്ധത്തിലേക്ക് ലയിച്ചു വരണം. ഇത് മാനസികമായിട്ടുള്ള വലിയൊരു അഭ്യാസമാണ്. ഇതിനുള്ള അഭ്യാസം ഗുരുക്കന്മാരിൽ നിന്നാണ് നാം സ്വീകരിക്കുന്നത്. ഇന്ന് യോഗ എന്നുള്ള പേരിൽ അനവധി സമ്പ്രദായങ്ങളും പിന്നിയാലൊടുങ്ങാത്ത സമ്പ്രദായങ്ങളും യൂട്യൂബിൽ കൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ കൂടെ ഇന്ന് വരുന്നത് അധികവും 90% യഥാർത്ഥ യോഗയല്ല. യോഗയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളാണ് അവയെല്ലാം. അത് ബോധ്യമാകാതെ നാം പലരും യൂട്യൂബിൽ വരുന്ന സമ്പ്രദായങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, യൂട്യൂബിലെ ഗുരുക്കന്മാരായി ആശ്രയിച്ചുകൊണ്ട് അതിനെ പിന്തുടർന്നുള്ള പലരും പല അബദ്ധങ്ങളിലും പോയി ചാടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി യോഗയെ പറ്റി അറിവുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നാം ശിക്ഷണം സ്വീകരിച്ച് അതിനെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. പഞ്ചേന്ദ്രിയ സുഖങ്ങൾ വിട്ട് അതിനപ്പുറം പോകുന്ന ഒരു മാനസിക നിലയുണ്ട്. ഈ നിലയിലേക്ക് എത്തപ്പെടുന്നവർ ആത്മീയ സുഖം ആസ്വദിക്കുന്നവരായിരിക്കും. ഈ സുഖങ്ങളും, അതായത് പഞ്ചേന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനത്തിനേക്കാളും അതിനപ്പുറം കടന്നു ചെല്ലുന്ന ഒരു നില, ആ പ്രാപിക്കുന്നത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയവും മാനസികവുമായിട്ടുള്ള യോഗ എന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഈ തത്വം മനസ്സിലാക്കുന്നതിന് യോഗ ഗുരുക്കന്മാർ തന്നെ നമുക്ക് വേണം. ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിക്കാത്ത യോഗ യാഥാർത്ഥ്യമായിട്ടുള്ള യോഗയല്ല. യോഗ എന്ന പേരിൽ ഇന്ന് നടത്തുന്ന ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായിട്ടുള്ള പല വികൃതത്തരങ്ങളും യോഗയുടെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് യഥാർത്ഥ യോഗ പാതയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സർവത്ര സൗഭാഗ്യം തരുന്ന ഒരു പ്രകൃതി നിയമം കൂടെയാണ് യോഗ. ആരോഗ്യം ഉണ്ടാകുന്നതിനും യോഗിമാർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അഭ്യാസങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിനുള്ള അഭ്യാസങ്ങളിലൂടെയാണ്. ഈ സമ്പ്രദായങ്ങളെ മാനസികമായിട്ട്
ബുദ്ധിപൂർവം നാം പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മൊത്തം സുഖവും ശാരീരികമായിട്ടുള്ള സുഖവും മാനസികമായിട്ടുള്ള സുഖവും ആസ്വദിച്ച് നമുക്ക് കഴിഞ്ഞു വരാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധ വേണം. എല്ലാവർക്കും മാനസികമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി മാത്രമേ യോഗ അഭ്യസിക്കാനൊക്കൂ. മാനസികമായിട്ടുള്ള ശാന്തിയും സമാധാനവും കൈയാടാൻ യോഗ ആവശ്യമാണ്. ജീവിതമാർഗത്തിൽ പ്രധാനമായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നിയമമാണ് യോഗ.